അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപ്പുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയിൽ. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ഹരിഹരസുതരാനന്ദചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. പൊന്നമ്പല തിരുനട തുറന്നിട്ട് ഇന്ന് 40ാമത് ദിവസമാണ്. ധനുമാസം 10-ാം തീയതി. ഇന്നൊരു ദിവസം കൂടി കഴിഞ്ഞാൽ നാളെ ശബരിമലയിലെ മണ്ഡലകാല മഹോത്സവത്തിന് പരിസമാപ്തി കുറിക്കുകയാണ്. നാളെ വൈകുന്നേരത്തെ ദീപാരാധനയോടുകൂടി 2 ദിവസത്തേക്ക് തിരുനട അടയ്ക്കും. അതിനുശേഷം ശബരിമലയുടെ ചരിത്രത്തിലെ ഓരോ വർഷവും അനുഭൂതിദായകങ്ങളായി ഭക്തകോടികളെ ആകർഷിച്ചുകൊണ്ടുള്ള മകരവിളക്ക് മഹോത്സവത്തിന് നട തുറക്കും. ഓരോ ദിവസവും നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത് കൊണ്ട് മുൻകൂട്ടി അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നാളെ നടക്കാൻ പോകുന്ന 41 അഥവാ മണ്ഡല പരിസമാപ്തി ദിവസത്തിൻ്റെ പ്രത്യേകതകളിലേക്ക് എത്തുന്നതിന് മുൻപ് നാം ഇതുവരെ ശ്രദ്ധിച്ചു പോന്ന പുസ്തകം അയ്യപ്പഗീതയുടെ അവസാന ഭാഗത്തേക്ക് അടുക്കാം. 18 അധ്യായങ്ങളിൽ 365 ശ്ലോകങ്ങളിൽ വിസ്തൃതമായി കിടക്കുന്ന ഈ ഗ്രന്ഥത്തിൽ അയ്യപ്പസ്വാമിയുടെ ഉപദേശങ്ങളാണ് പൂർണ്ണമായിട്ടും, ആത്മീയ തത്വോപദേശങ്ങളാണ് ഈ ഗ്രന്ഥത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ശബരി മാതാവിന് നൽകുന്ന ആ ഉപദേശത്തിൽ ഇപ്പോൾ ദാനധർമ്മത്തിൻ്റെ പ്രത്യേകതയും ദാനധർമ്മത്തിൻ്റെ പവിത്രതയും അവിടുന്ന് ചൂണ്ടിക്കാട്ടുകയാണ്. നമുക്കതിലേക്ക് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി പ്രവേശിക്കട്ടെ. സ്വർണമോ നാണ്യങ്ങളോ വിളകളോ പശുവോ വിശിഷ്ട വസ്ത്രങ്ങളോ ഗ്രഹമോ ഭൂമിയോ ആഭരണങ്ങളോ വാഹനങ്ങളോ എന്നുവേണ്ട ഏതൊരു വസ്തുവും ദാനം ചെയ്യാം. ദാനം ചെയ്യുന്നത് പോലെ തന്നെ ഈശ്വരങ്കിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത് എന്ന് അതും നമ്മൾ ഈ അവസരത്തിൽ ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. അവിടെ ഒരു ചെറിയ കഥ ഓർമ്മിപ്പിക്കട്ടെ. ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിക്കുന്നതിനു വേണ്ടി ദാരിദ്ര്യ ദുഃഖത്തിൻ്റെ തീവ്രത കൊണ്ട് കുടുംബ ജീവിതം താറുമാറായ സുദാമാവ് വെറുതെ കൈ നീട്ടി എങ്ങനെയാണ് കൃഷ്ണൻ്റെ അടുത്തേക്ക് പോവുക? അതുകൊണ്ട് എന്തെങ്കിലും അവിടെ കണ്ടുകാഴ്ച സമർപ്പിക്കണം. ഭഗവാനിൽ നിന്ന് എന്തെങ്കിലും ദാനമായി ലഭിക്കുമെന്നൊരു പ്രതീക്ഷയില്ല, ഭഗവാനിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുമെന്ന പ്രതീക്ഷയില്ല. എപ്പോഴും കൃഷ്ണ കൃഷ്ണ എന്നുള്ള ചിന്തയോടുകൂടി ഇരിക്കുന്ന സുദാമാവ് സ്വന്തം ഭാര്യയോട് പറഞ്ഞത്, ഞാൻ എങ്ങനെ പോകും അവിടെ? വെറും കൈയോടെ പോകാനായിട്ട് സാധിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ ആ സാധ്വി
അയൽപക്കത്തുനിന്ന് ദാനമായി ലഭിച്ച നെല്ല്, ആ ദാനമായി ലഭിച്ച നെല്ല് ഉപയോഗിച്ച് അവലിടിച്ച് ആ അവലാണ് ഭഗവത് കാണിക്കയായിട്ട് കൊടുത്തയക്കുന്നത്. അപ്പോൾ ഈ ദാനം നൽകിയ ആ വീട്ടുകാർക്കും എത്രമാത്രം ഉപകാരം അത് പിന്നീടുണ്ടാകുമെന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കൊള്ളുക. ഈ കിട്ടിയ അവൽപ്പൊതിയുമായി കൊണ്ട് പോകുമ്പോൾ കുചേലൻ നമുക്ക് നൽകുന്ന ഒരു ഉപദേശമുണ്ട്. ഈശ്വരനെ കാണാൻ പോകുമ്പോൾ, ഈശ്വര ദർശനത്തിന് പോകുമ്പോൾ കയ്യിൽ ഇഭവുമാം ഇലയുമാം കുസുമവുമാം അവിലുമാം മലരുമാം ഫലവുമാം യഥാശക്തി മലർക്കന്യാമണാളന് ഒക്കെയുമാകും. എന്തൊക്കെയാ കൊടുക്കാവുന്നത്? ആന കൊടുക്കാം, ഇഭവുമാം ഇലയുമാം, തുളസി ഇലയേ ഉള്ളൂ, അത് മതി. കുസുമവുമാം, നല്ല ഭംഗിയുള്ള പുഷ്പങ്ങൾ, സുഗന്ധവാഹിയായ പുഷ്പങ്ങൾ സമർപ്പിക്കാം. പക്ഷേ ഇവിടെ ആന കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ ആന കൊടുക്കാൻ കഴിയുന്നവർ 10 രൂപയെ കൊടുക്കുന്നുള്ളൂ. 10 രൂപയെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് ചെന്നപ്പോൾ ഭഗവാന് വേണ്ടിയല്ലേ, ഞാൻ എങ്ങനെയാ 10 രൂപ കൊടുക്കുക? അതുകൊണ്ട് അടുത്ത 2 ആഴ്ചത്തെ റേഷൻ വാങ്ങിക്കാൻ വച്ചിരിക്കുന്നതാണ് എന്ന് കരുതിയിട്ട് അത് കൊടുക്കാതിരിക്കാനല്ല, 100 രൂപ കൊടുക്കുന്നവരുടെ ആ ഒരു വിവേകസ്ഥിതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് ഏത് വേണമെങ്കിലും ദാനമായിട്ട് കൊടുക്കാം. പക്ഷെ അത് വിവേകശാലിയായൊരു വ്യക്തിക്ക് മാത്രമേ ലഭിക്കാൻ അർഹത ഉണ്ടാകാവുള്ളൂ. അല്ലെങ്കിൽ അത് ഭയങ്കര അപകടമാണ്. വിവേകിയായിരിക്കുന്ന ആൾക്ക് കൊടുത്താൽ അത് സൽക്കാര്യത്തിനല്ലാതെ ഒരിക്കലും അനർത്ഥമാവുകയില്ല. എന്നിരുന്നാലും അന്നദാനത്തിന് തുല്യമാവുകയില്ല ഒരു ദാനവും എന്ന് ഭഗവാൻ അയ്യപ്പസ്വാമി പറയുകയും മാത്രമല്ല, ഭഗവാൻ ഏറെ ഇഷ്ടം അന്നദാനമാണ് താനും. എന്തുകൊണ്ട് ഇത് പറയുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ശരിക്ക് അന്നദാനത്തെക്കുറിച്ച് പറയുന്നത് 1000 കുതിരകളാവാം, 1000 ഗജങ്ങളാവാം, 10,000 പശുക്കളാവാം, ഇതിനെയെല്ലാം ദാനം കൊടുക്കുന്നു എന്നതുകൊണ്ട് 10,000 കന്യകമാരെ ദാനം കൊടുക്കുന്നു എന്നതുകൊണ്ട് പോലും ഒരു കാരണവശാലും അന്നദാനത്തിന് തുല്യമായിട്ട് ഇവയൊന്നും എത്തിച്ചേരുകയില്ല എന്നാണ് അഭിജ്ഞാ സിദ്ധാന്തം. അതായത് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദാനം ഏത് എന്നതിൻ്റെ ഉത്തരമാണ് നമ്മൾ കണ്ടത്. അന്നദാനമാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഉദാഹരണം, ഒരാൾക്ക് പോലും കൊടുത്ത് മതിയാക്കാൻ നമുക്ക് സാധിക്കില്ല. അതേസമയം ഒരു നല്ല പ്രഭാഷകൻ, ആ പ്രഭാഷകന് ദക്ഷിണയായിട്ട് കൊടുത്തു 5000 രൂപ. 5000 രൂപ എന്ന് പറയുന്നത് 10 500 രൂപ നോട്ടാണ് കൊടുത്തത്. ആ നോട്ട് കയ്യിൽ വാങ്ങിയ അയാൾ മനസ്സിൽ ആലോചിച്ചു, ഒരു 100 രൂപയും കൂടി തന്നിരുന്നെങ്കിൽ ഈ 500 രൂപയുടെ നോട്ട് ചില്ലറയാക്കാതെ പോകാമായിരുന്നു. തൃപ്തി ഉണ്ടായി തോന്നുന്നുണ്ടോ? അപ്പോൾ മറ്റെന്ത് കൊടുത്താലും തൃപ്തി എന്ന് പറയുന്നത് ഉണ്ടാകണമെങ്കിൽ അന്നദാനം ചെയ്താൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അന്നദാനം ആണെങ്കിൽ അതിനൊരു സംശയവും വേണ്ട. കൊണ്ടുപോവാ എന്ന് പറയുന്നതിന് പകരം മതി എന്ന് പറയുന്ന ആ പൂർണ്ണമായ തൃപ്തി നമുക്ക് ബോധ്യപ്പെടുന്നത് അന്നദാനത്തിലൂടെയാണ്. വിശപ്പ് ഉള്ളവർക്ക് ഔദാര്യത്തോടുകൂടി അന്നം വിളമ്പിക്കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്നത് തന്നെയാണ് ഏറ്റവും മഹത്തരമായ ദാനം. ഇവിടെ അന്നദാനം എന്നുദ്ദേശിക്കുന്നതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞെങ്കിലും ഇന്ന് നോക്കുക, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏതാണ്ട് 80 സ്ഥലങ്ങളിൽ അന്നദാനം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഗുരുവായൂര്, തൃപ്രയാറ്, അതേപോലെ തന്നെ ഗണപതി വട്ടം, ഇവിടെയെല്ലാം അന്നദാനം നടത്തുകൊണ്ടിരിക്കുകയാണ്. ശബരിമലയിലും അന്നദാനം നടക്കുന്നു. പക്ഷേ അത് ചില കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സാഹചര്യം അനുസരിച്ച് പറയുന്നു എന്ന് മാത്രം. ഒരു സന്നദ്ധ സംഘടനകളെയും അവിടെ അന്നദാനത്തിന് അംഗീകരിക്കുന്നില്ല. പക്ഷേ ഇതുകൊണ്ട് വരുന്ന ദൂഷ്യം സാധാരണ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതൊരാവശ്യമായതുകൊണ്ട് അതും കൂടി വെളിവാക്കുകയാണ്. അവിടെ ദേവസ്വം ബോർഡിന് ഒരു ദിവസം അന്നദാനത്തിലൂടെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നത് പരമാവധി ഏറെ കഷ്ടപ്പെട്ടാൽ 35,000 പേരെയാണ് അന്നദാനത്തിന് സഹായിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ ഒരു ദിവസം വന്നെത്താൻ
കഴിയണം എന്ന് അല്ലെങ്കിൽ വന്നെത്തും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഭക്തരുടെ എണ്ണം എണ്ണി ചുട്ടെടുത്ത അപ്പം പോലെ കൃത്യമായി പറയുന്നത് 80,000-നും 90,000-നും ഇടയ്ക്കാണെങ്കിൽ 35,000 പേർക്ക് പരമാവധി അന്നദാനം ചെയ്യാനായിട്ട് ദേവസ്വം ബോർഡിന് സാധിക്കുന്നുള്ളൂ എങ്കിൽ പകുതിയിൽ കൂടുതൽ ആൾക്കാർക്ക് അവിടെ അന്നദാനം ലഭ്യമല്ല. അതിനെന്താണ് മാർഗം എന്നാലോചിക്കുന്നതിന് പകരം അവരെ മുഴുവനും, അതായത് ഏതാണ്ട് 45,000 പേരെ ഇവിടെ ഹോട്ടലുകളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ആ ഹോട്ടലുകാർക്ക് അനാവശ്യമായിട്ടുള്ള പണം പിടിച്ചെടുക്കുന്നതിനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ അയ്യപ്പന്മാരെ ഹോട്ടൽ ഗില്ലറ്റിലേക്ക് കഴുത്ത് വച്ചു കൊടുക്കാൻ നിർബന്ധിക്കുന്ന തരത്തിലുള്ളൊരു സമീപനം എന്തു പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് സമർത്ഥിക്കാനായിട്ട് സാധിക്കും. ഞാനിത് പറയുന്ന 35,000 പേര് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഞാൻ വാദിയായി ആരംഭിച്ച ഒരു കേസിൽ അവർ കൃത്യമായിട്ട് അവരുടെ കമ്മീഷണർ നൽകിയ അഫിഡവിറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്നതാണ് 2019-20. ഇത് കൃത്യമായും നമ്മൾ രേഖകൾ സഹിതം സമർത്ഥിക്കുകയാണ്. 45,000 പേരെ ഒരു ദിവസം ഹോട്ടലിലേക്ക് അയക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് അഥവാ പിടിച്ചുപറിയാണ് ഈ സ്വാമി ഭക്തരോട് ചെയ്യുന്നത് എന്ന വസ്തുത. ബാക്കി ഏതൊരു കാര്യത്തിലും നന്മ 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 എന്ന് പറയാൻ ഞാൻ തയ്യാറാണെങ്കിലും ഇതിനകത്തെ തിന്മ ബോധ്യപ്പെട്ടിരിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് വ്യക്തമാക്കുന്നത്. ഇത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാണ് പറയുന്നത്. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. ആത്മാവ് ഗുണരഹിതനും അത് ഹേതുവായിട്ട് ജന്മാദി വികാരങ്ങളില്ലാത്തതും എന്നാൽ നാശരഹിതനുമാണ്. അവിടാണ് ആത്മാവ് എന്ന് പറയുന്ന സാധനം എന്ത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ജഗത്താവട്ടെ, നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചമാവട്ടെ ക്ഷണികവും മായാമയവും ഗുണാത്മകവുമാണ്. അതിനാൽ ജഗൽ പദാർത്ഥങ്ങളുടെ സമ്പാദനം കൊണ്ടും അനുഭവം കൊണ്ടും ആത്മാവായതിന് വിശേഷിച്ച് നേട്ടമോ വൃദ്ധിക്ഷയങ്ങളോ ഒന്നുമില്ല. ഈ പരമാർത്ഥങ്ങളെ മനസ്സിലാക്കുമ്പോൾ തൻ്റെ കയ്യിലുള്ള പദാർത്ഥങ്ങളെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ മടിയുണ്ടാവില്ല. ജഗൽ പദാർത്ഥങ്ങൾ കുറെ അധികം വന്നാലും പോയാലും തൻ്റെ അനുഭവത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇതിനെ അറിയുന്നവർ ബോധ്യപ്പെടുന്നവൻ പണ്ഡിതനാണ്. ഇതാണ് ബോധ്യപ്പെടേണ്ട കാര്യം. കാരണം ജഗത്ത് നമ്മൾ കാണുന്ന, അതായത് പഞ്ചേന്ദ്രിയങ്ങൾക്ക് വശഗതമായിട്ടുള്ള ഏത് കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുന്നുവോ ആ ബോധ്യപ്പെടുമ്പോൾ അത് എല്ലാം മായയാണ് എന്ന് ബോധ്യപ്പെടാനായിട്ട് സാധിക്കണം. മായയല്ല എന്നും മായയ്ക്ക് അതീതമായതിനെയും ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യ ജീവിതം നമുക്ക് കിട്ടിയിട്ടുള്ളത്. പ്രജ്ഞ ത്രിഗുണാതീതമായ പരമപദത്തിൽ എത്തുമ്പോൾ ശാന്തനും യോഗീശ്വരനും ആയിത്തീരുന്നു. എപ്പോഴും ഗുണാതീതവും പരമപദവുമായ ആത്മസ്വരൂപത്തെ തന്നെ അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കണം. നിരന്തരമായ അനുസന്ധാനം കൊണ്ട് ക്രമേണ സംസാരത്തെ മറക്കാനും ആത്മസ്വരൂപം പ്രകാശിക്കാനും ഇടയായിത്തീരും. ഈശ്വരചിന്തയോടുകൂടി ഞാനാര് എന്ന് സ്വയമേവ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ തുടങ്ങുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ബോധ്യപ്പെടാനായിട്ട് സാധിക്കും. നമുക്ക് ആത്മീയമായ ഉണർവുണ്ടായിരിക്കുന്നു, ആത്മസാക്ഷാത്കാരം നേടാൻ സാധിക്കുന്നു. ഇവിടെ ശങ്കരൻ ചോദിച്ചിരുന്നതും സ്വാമി വിവേകാനന്ദൻ ചോദിച്ചിരുന്നതും മാതാ അമൃതാനന്ദമയി ചോദിക്കുന്നതും എല്ലാം ഒന്ന് തന്നെയാണ്. ഞാനാര്? സ്വയം ചോദിക്കുക ഓരോരുത്തരും, ഞാനാര്? ഉത്തരം കിട്ടി എന്ന് ബോധ്യപ്പെട്ടാൽ സംശയിക്കേണ്ട, ആത്മസ്വരൂപം നമുക്ക് പ്രകാശിച്ചു തുടങ്ങി എന്നർത്ഥം. അല്ലെങ്കിൽ ആത്മസ്വരൂപത്തെ ബോധ്യപ്പെടാനായി സാധിച്ചു എന്ന് മനസ്സിലാക്കാനായി കഴിയും. പരമപദത്തിൽ വിശ്രാന്തി കിട്ടുന്നത് തന്നെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. അത് സാധിക്കാൻ ഇടവന്നാൽ അന്ത്യത്തിൽ ജന്മസാഫല്യമായ കൈവല്യത്തെ പ്രാപിക്കാം. ആത്മതത്വം ന ജാനാതി ലോകതത്വ വിചക്ഷണം പണ്ഡിതോപി മൂർത്തോഹി ജന്മമൃത്യു വശഗത. ലോകതത്വങ്ങളെക്കുറിച്ച് നല്ല അറിവും വിവേകവും ഉള്ളവനായാലും അവൻ ആത്മതത്വത്തെ അറിയുന്നില്ല. ആത്മതത്വത്തെ അറിഞ്ഞു കഴിഞ്ഞവന്
ലോകവുമായി യാതൊരു സംബന്ധവും ഉണ്ടായിരിക്കുകയുമില്ല. അതിനാൽ ലോകതത്വ വിചക്ഷണൻ പണ്ഡിതനാണെങ്കിൽ കൂടി മൂർഖനാണ്. കാരണം അയാൾക്ക് കിട്ടിയത് മുഴുവനും ഭൗതികമായ അറിവുകൾ മാത്രമാണ്. ആ ഭൗതികമായ അറിവുകൾ മാത്രം കിട്ടുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ അറിവിനെ സംബന്ധിച്ച് അറിയാത്തതുകൊണ്ട് മറ്റെല്ലാ ശാസ്ത്രങ്ങളും പഠിച്ചു എന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ശരീരമാണ് എല്ലാം എന്ന് വിചാരിക്കുകയും ശരീരത്തിന് ലഭ്യമാക്കാൻ സാധിക്കുന്നത്ര സുഖകരങ്ങളായ ഏതൊക്കെയാണോ അതാണ് ആത്യന്തികമായി തൻ്റെ സുഖം എന്ന് വിചാരിക്കുന്നതാണ് ആധുനിക ലോകത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടത്. അതിന് സംശയമൊന്നും വേണ്ട. ഭക്ഷണത്തിലായാലും പെരുമാറ്റത്തിലായാലും കഴിക്കുന്ന ഏതൊരു വസ്തുവിലായാലും തൻ്റെ സുഖം എന്ന് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ തൻ്റെ സുഖം എന്ന് വിചാരിക്കുന്നത് ശരീരസുഖം മാത്രമാണെന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും നശ്വരമായ ഈ ശരീരത്തെ അല്ല ചിന്തിക്കേണ്ടുന്നത് എന്ന വസ്തുത അവൻ മറന്നുപോകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ ശരീരത്തിന് മാത്രമേ നാശമുള്ളൂ എന്ന വസ്തുതകളെക്കുറിച്ച് സംബന്ധിച്ചോ യാതൊരു വിധത്തിലുള്ള ബോധ്യവുമില്ലാതെ, ആത്മതത്വത്തെ അറിയാനായിട്ടുള്ള പോലുമില്ലാതെ, ആത്മതത്വത്തെ അവഗണിച്ചുകൊണ്ട് ശരീരത്തെ മാത്രം വിചാരിച്ചു കഴിയുന്ന ആധുനിക സമൂഹത്തിൽ വരുന്ന ഏറ്റവും വലിയ ദൂഷ്യം ആത്മീയമായ ആ ഒരു അവസ്ഥ നമുക്കിന്ന് ഏറെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മരീചികയായി മാറിയിരിക്കുന്നു. അതാണ് വ്യക്തമാകുന്നത്. പണ്ഡിതൻ എന്ന നിലയിൽ ലോകതത്വ വിചക്ഷണനാണെങ്കിൽ കൂടി അയാൾ മൂർഖനാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആത്മതത്വത്തെ അറിയാത്തതിനാൽ മറ്റെല്ലാ ശാസ്ത്രങ്ങളും അറിയാമായിട്ട് കൂടി ജനന മരണ സ്വരൂപമായ സംസാരത്തിൽ ഭ്രമിച്ചു തന്നെ കഴിയുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് എന്തെല്ലാം അറിവുണ്ടെങ്കിൽ കൂടി സത്യത്തെ അറിഞ്ഞിട്ടില്ല എന്ന കാരണം കൊണ്ടാണ് മൂർഖൻ, വിഡ്ഢി എന്ന് വിളിക്കാൻ കാരണം. അതുകൊണ്ട് എന്തെല്ലാം ശാസ്ത്രങ്ങളെയോ വേദങ്ങളെയോ ഒക്കെ പഠിച്ചാലും ഇല്ലെങ്കിലും ആത്മജ്ഞാനം ഉണ്ടാവുന്നത് തന്നെയാണ് കാര്യമായിട്ടുള്ളത്. എല്ലാ മനുഷ്യരും ത്രിഗുണ സ്വരൂപമാണ്. എങ്കിലും അതിലും വിശേഷിച്ച് തമസ്സാണ് മിക്ക പേരിലും ഉള്ളത്. അപ്പോൾ ആദ്യത്തേത് തമസ്സാണ്, രണ്ടാമത്തേത് രജസ്സാണ്, മൂന്നാമത്തേത് സാത്വികമാണ്. സാത്വികരായ മനുഷ്യരെ നമുക്ക് ലഭ്യമല്ല ഇപ്പോൾ. ആ സാത്വികരായ മനുഷ്യഭാവത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓരോന്നായി സമർപ്പിക്കുന്നത്. എല്ലാ മനുഷ്യരും ത്രിഗുണസ്വരൂപം എന്നുദ്ദേശിക്കുന്നത് സത്വ രജസ് തമോ ഗുണങ്ങളാണ് നമ്മളിലുള്ളത്. ഈ മൂന്ന് ഗുണങ്ങളും ഒരേപോലെ നമ്മളിലുണ്ടെങ്കിലും നമ്മുടെ ജീവിതം, പെരുമാറ്റം, സ്വഭാവം, മനോവൃത്തി ഇതെല്ലാം വച്ച് ഇതിലേത് വേണം മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്നത് പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് ലോകം നിരൂപിക്കുന്നത്. നോക്കുക, നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഓരോ രൂപത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഗുണങ്ങളുടെയും കടന്നുവരവ് വിശ്വസിക്കാൻ കഴിയാത്തത്ര വേഗത്തിലാണ് എന്നറിയണം. ഓരോ മനുഷ്യരിലും ഈ ത്രിഗുണ സ്വരൂപമുണ്ട്. അതിലും വിശേഷിച്ച് തമസ്സാണ് മിക്ക പേരിലും ആധിക്യേന നിലനിൽക്കുന്നത്. ഗാഠമായ അന്ധകാരമുള്ളിടത്ത് പ്രകാശമുണ്ടാവാൻ വയ്യാത്തതുപോലെ തമോ ഗുണം വർദ്ധിച്ചിരിക്കുന്ന ഒരാൾക്ക് ജ്ഞാനം ഉണ്ടാകാൻ ഒരിക്കലും സാധ്യതയില്ല. അപ്പം അതിനാദ്യം എന്താ ചെയ്യേണ്ടത്? തമോ ഗുണപ്രധാനനായ അയാൾക്ക് രജോ ഗുണം കടന്നു വരാനുള്ള വഴിയെങ്കിലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഒന്ന്, തമസ് എന്ന് പറയുന്നത് ഇരുട്ടാണ്, കറുപ്പാണ്. രജസ് എന്ന് പറയുന്നത് ചുവപ്പാണ്. സാത്വികം എന്ന് പറഞ്ഞാൽ വെളുപ്പാണ്. അപ്പൊ ഏറ്റവും അവസാനം നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ സ്വാത്വിക ഭാവമാണ്, അല്ലെങ്കിൽ സ്വാത്വിക ഗുണത്തിലാണ്. ആദ്യം തന്നെ കർമ്മബഹുലമായ രജോ ഗുണത്തെ വളർത്തി രജസ് കൊണ്ട് തമസിനെ അകറ്റണം. രജസിന്റെ വർധനവിൽ കൂടി നമുക്ക് തമസ് നിശേഷവും നീക്കാനായിട്ട് കഴിയും. സത്വപ്രധാനമായ ജീവിതം കൊണ്ട് സത്വഗുണത്തെ വളർത്തി സത്വം കൊണ്ട് രജസ്സിനെയും ജയിക്കാനായിട്ട് സാധിക്കും.
പ്രകാശാത്മകമായ സത്വഗുണം കൊണ്ട് കർമ്മബഹുലവും അഭിമാനസ്വരൂപവുമായ രജസ് നിശേഷം അകറ്റപ്പെട്ട് കഴിയുമ്പോൾ സത്വപ്രധാനായിത്തീരും. അപ്പോൾ സത്വത്തിൻ്റെ പരോക്ഷജ്ഞാനം നമുക്കുണ്ടാവും. ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക. തമസ് കൊണ്ട് വിഷമിക്കുന്ന നമുക്ക് രജസ് അല്പം കടന്നു വരാൻ ഇടകൊടുക്കുക. ആ രജസിന്റെ വളർച്ച ആയി കഴിയുമ്പോൾ സാത്വികാഭാവത്തിലൂടെ നമുക്ക് രജസ്സിനെ മാറ്റണം. അത് കഴിഞ്ഞതിന് ശേഷം ഈ ജ്ഞാനം, ആത്മജ്ഞാനം ഉണ്ടായി തുടങ്ങുന്നു എന്ന് കഴിഞ്ഞാലാണ്, അതിനുശേഷമാണ് സമാധി പരിശീലനം കൊണ്ട് തത്വത്തെ അപരോക്ഷം അറിയുമ്പോൾ ചിത്തം പരമപദത്തിൽ വിശ്രാന്തിയെ പ്രാപിക്കും. ചിത്തം സമ്പൂർണ്ണ വിശ്രാന്തിയെ പ്രാപിച്ചാൽ ഗുണാതീതമായ പരമപദത്തിൽ തന്നെ എപ്പോഴും ആനന്ദമായി രമിച്ചുകൊണ്ട് സഹജ സമാധിസ്ഥനായി തീരും. ഇത് തൽപ്രാപ്തിയുടെ സ്വരൂപമാണ്. ഈ സത്വഗുണത്തിൻ്റെ ആധിക്യം കൊണ്ട് ജ്ഞാനവും രജസ്സിൻ്റെ ആധിക്യം കൊണ്ട് ലോഭവും വർദ്ധിക്കും. തമോ ഗുണം വർദ്ധിച്ചാൽ തെറ്റിദ്ധാരണ, ആലസ്യം, അജ്ഞാനം ഇവയും വർദ്ധിക്കും. ഇവിടെ സമാധി എന്ന പദം ഉപയോഗിച്ച് ഓർമ്മിക്കുക. ആ സമാധിയെ സംബന്ധിച്ചിടത്തോളം സ്വാമി വിവേകാനന്ദൻ തൻ്റെ അനുഭവം വെളിവാക്കിയിട്ടുണ്ട്. ഗുരുനാഥനായ രാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് ചെന്നപ്പോൾ, നിനക്ക് അമ്മയെ കാണണമെങ്കിൽ ആ താഴെ ക്ഷേത്രത്തിൽ കാളിഘട്ടിൽ പോയി ഏകാഗ്ര മനസ്കനായി ഇരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ, അങ്ങനെ വിവേകാനന്ദൻ അവിടെ പോയി അമ്മയെ ദർശിക്കുന്നതിന് തയ്യാറായി ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് സ്വാമി വിവേകാനന്ദൻ തൻ്റെ അനുഭവം വ്യക്തമായി സൂചിപ്പിക്കുന്നു വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ. ഞാൻ എവിടെയെന്നോ ഞാൻ എന്തെന്നോ അറിയാൻ എനിക്ക് സാധിക്കുന്നില്ല. എൻ്റെ ശരീരം പഞ്ഞി പോലെ ഘനമില്ലാതെ ഒരവസ്ഥയിലേക്ക് മാറുന്നു. അങ്ങനെ മാറുന്ന ഞാൻ എന്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് മുമ്പ് എനിക്ക് താങ്ങാൻ കഴിയാത്ത, എൻ്റെ കണ്ണുകൾക്ക് താങ്ങാൻ സാധിക്കാത്ത അത്ര ജാജ്വല്യമാനമായ പ്രകാശമുള്ള ഒരു ഗോളം വന്ന് ആ ഗോളത്തിലേക്ക് ഞാൻ ലയിച്ചു ചേരുന്നതായി തോന്നി. പിന്നെ എനിക്ക് യാതൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ, അപ്പോൾ മാത്രമാണ് തനിക്ക് ആ സമാധിസ്ഥാവസ്ഥയിൽ നിന്ന് പുറം ലോകത്തേക്ക് കടന്നു വരാൻ സാധിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ ഏകാഗ്ര മനസ്കനായ ഒരാൾക്ക് അനുഭവപ്പെടുന്ന ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത് ഇതാണ്. ഇത് തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് അദ്ദേഹം പറയുന്നത്, സ്വാമി വിവേകാനന്ദൻ ഗുരുനാഥനായ ഗദാധരൻ അഥവാ രാമകൃഷ്ണദേവന്റെ അടുത്തെത്തി. ഞാനും സന്യസിക്കാൻ തയ്യാറാവട്ടെ എന്ന് ചോദിച്ചു. സമയമാകുമ്പോൾ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അത് സമ്മതിക്കാതെ അദ്ദേഹം വീണ്ടും വീണ്ടും അത് ആവശ്യപ്പെട്ടപ്പോൾ നോക്കാം എന്ന് പറഞ്ഞ് രാമകൃഷ്ണദേവൻ തൻ്റെ വലത് കരം ഉയർത്തി വിവേകാനന്ദൻ്റെ ഇടത് തോളിൽ ഒന്ന് സ്പർശിച്ചു. ആ കൈ അവിടെ അല്പമൊന്ന് വിശ്രമിച്ചു. നിമിഷ നേരം കൊണ്ട് സപ്തസമുദ്രങ്ങളും കരകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് കയറി വരുന്നതായും അണ്ടകടാഹം പൂർണ്ണമായും അതിശക്തമായി തിരിയുന്നതായും എന്തോ തനിക്ക് തൻ്റെ അസ്തിത്വം നിലനിൽക്കാൻ സാധിക്കാതെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നതായും ഒരു പ്രകാശം തന്നെ പൂർണ്ണമായിട്ടും ഗ്രസിക്കുന്നതായും തോന്നിയ വിവേകാനന്ദൻ നിമിഷങ്ങൾക്കുള്ളിൽ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു, എനിക്കെൻ്റെ അമ്മയെ കാണണം, എനിക്കെൻ്റെ അമ്മയെ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഗുരുനാഥൻ അദ്ദേഹത്തിൻ്റെ കൈകൾ സാവധാനം ആ തോളിൽ നിന്ന് എടുത്തു മാറ്റി. വിവേകാനന്ദൻ പൂർവ്വസ്ഥിതിയിലായി. അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. കുറച്ചുകൂടി കഴിയട്ടെ, നിനക്ക് സമാധാനമായിട്ട് സന്യാസത്തിലേക്ക് വരാൻ സാധിക്കും എന്ന് പറഞ്ഞ് ഗുരുവും ശിഷ്യനും വീണ്ടും വേർപിരിഞ്ഞു. ഇവിടെ സന്യാസത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത അദ്ദേഹത്തിൻ്റെ സ്വാമി വിവേകാനന്ദൻ്റെ മനസ്സിന് പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ ബ്രഹ്മത്വത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം അത് പൂർണ്ണമായില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഒരുപക്ഷെ രജോഭാവത്തിലെത്തിയിട്ടുണ്ടായിരിക്കാം. താമസഭാവത്തിൽ നിന്ന് വളർന്ന് രാജസഗുണത്തിലേക്ക് എത്തിയിട്ടുണ്ടാവാം. പക്ഷേ സാത്വിക ഭാവത്തിലേക്ക് എത്താത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു വിഭ്രാന്തി അനുഭവപ്പെട്ടത് എന്ന് പിൽക്കാലത്ത് വിവേകാനന്ദ സ്വാമി പറയുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത് ഈ പറയുന്ന ശക്തിവിശേഷം
നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ജ്ഞാനം കൊണ്ട് മാത്രമേ ജീവന് സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. അജ്ഞാനമാണ് സംസാരത്തിൻ്റെ ബീജം. അതായത് നമ്മൾ ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചത്തിൻ്റെ ബീജം എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ്, അജ്ഞാനമാണ്. ജ്ഞാനം കൊണ്ടേ അത് നശിക്കൂ. ജ്ഞാനമുണ്ടാകാൻ രജസ് തമസ്സുകൾ ചുരുങ്ങി സത്വഗുണം വർദ്ധിക്കണം. അതിനാൽ സത്വഗുണത്തെ വളർത്തുന്നതാണ് ജീവനും രക്ഷ. ജീവിതം കൊണ്ട് ഗുണാതീതമായ പരമപദത്തെ അറിഞ്ഞ് ചിത്തത്തെ സംസാരത്തിൽ നിന്ന് ഉയർപ്പിച്ച് പരമപദത്തിൽ വിശ്രാന്തമാക്കാൻ കഴിയേണ്ടതാണ്. അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടേ ജന്മസാഫല്യമുള്ളൂ. അങ്ങനെ സാധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സത്വഗുണത്തെ വളർത്താനെങ്കിലും സാധിക്കേണ്ടതാണ്. സത്വഗുണത്തിൻ്റെ ആധിക്യത്തോടു കൂടിയെങ്കിലും മരിക്കുവാൻ കഴിഞ്ഞാൽ ഊർധ്വയോനികളിൽ ജനിക്കാനെങ്കിലും കഴിയും. എന്നാൽ ഈ ജന്മത്തെ സാഹചര്യങ്ങൾ കൊണ്ട് എപ്പോഴെങ്കിലും ജന്മസാഫല്യത്തെ പ്രാപിക്കാൻ കഴിഞ്ഞെന്നു വരാം. രജോ ഗുണത്തിൻ്റെ ആധിക്യത്തോടു കൂടിയാണ് മരിക്കുന്നതെങ്കിൽ ഇപ്പോഴുള്ള പോലുള്ള ജ്ഞാനവും ജീവിതവും തന്നെ ആയിരിക്കും അടുത്ത ജന്മത്തിലും കിട്ടുന്നത്. എന്നാൽ അതും കുറെ ഭേദമാണ്. പക്ഷേ തമോ ഗുണത്തിൻ്റെ ആധിക്യത്തോടു കൂടിയാണ് മരിക്കുന്നതെങ്കിൽ ഇന്നുള്ളതിൽ നിന്നും എത്രയോ താണ നിലയിലുള്ള നീചയോനിയിലായിരിക്കും ജനിക്കുന്നത്. അത് അത്യന്തം കഷ്ടമാണ്, കഷ്ടാൽ കഷ്ടതരമാണ്. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ എത്ര ജന്മങ്ങൾ കൊണ്ടാണ് ഉയർന്ന ജന്മവും അഭിവൃദ്ധിയും ജ്ഞാനപ്രാപ്തിയുമൊക്കെ ഉണ്ടാവുന്നത് എന്നത് ആർക്കും പറയാൻ പറ്റില്ല. അതിനാൽ മനുഷ്യജീവിതം കിട്ടിക്കഴിഞ്ഞാൽ സത്വഗുണാഭിവൃദ്ധിക്കും ജ്ഞാനപ്രാപ്തിക്കും നിരന്തരം പരിശ്രമിക്കേണ്ടതാണ്. ഗുണങ്ങളിൽ മുഴുകിയിരിക്കുന്നിടത്തോളം കാലം ജീവനും രക്ഷയില്ല. അതിനാൽ സത്വഗുണാഭിവൃദ്ധിയിൽ ഈ ജ്ഞാനം സമ്പാദിച്ച ഗുണാതീതമായ പരമപദത്തിൽ വിശ്രാന്തിയെ പ്രാപിക്കുക തന്നെ വേണം. ബ്രഹ്മദർശന യോഗമെന്ന 13-ാം അധ്യായത്തിൽ വേദാന്ത ശാസ്ത്രത്തിൻ്റെ രത്നചുരുക്കമെന്നാണ് ബോധ്യപ്പെടുത്തുന്നു. അത്യന്തം ഗഹനവും ഗൗരവപൂർണവുമായ ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ സാരസർവസ്വമാണ് ഈ അധ്യായത്തിലെ 18 ശ്ലോകങ്ങൾ. ഈ ശ്ലോകങ്ങളിലൂടെ അത് ഉൾക്കൊള്ളുന്ന തത്വങ്ങൾ എല്ലാം സ്പഷ്ടമാകുന്നു. വളരെ ചെറിയ ഒരു ബീജത്തിനുള്ളിൽ എപ്രകാരം ഒരു വൻ വൃക്ഷം ശാഖോപശാഖകളോടെ ഒതുങ്ങിയിരിക്കുന്നുവോ അതുപോലെ ബ്രഹ്മത്തിൽ ജീവകോടികളും ലോകങ്ങളും എന്നുവേണ്ട സകല ബ്രഹ്മാണ്ടങ്ങളും ഒതുങ്ങി കഴിഞ്ഞിരിക്കുന്നു. അതിമഹത്തമായ ആധ്യാത്മിക രഹസ്യം എന്ന് വ്യക്തമാക്കാൻ സാധിക്കുന്ന ഈ ഒരു ഭാഗം ഇനിയും 5 അധ്യായങ്ങൾ കൂടി ശേഷിക്കുന്നുണ്ട്. ആ അധ്യായങ്ങളിൽ കൂടി നമുക്ക് അതിൻ്റെ ഏറ്റവും അവസാന ഭാഗമായിട്ടുള്ള സാക്ഷാൽ അയ്യപ്പസ്വാമി പരമാത്മസ്വരൂപിയാണ്, പരമാത്മാവ് തന്നെയാണ് എന്ന് അദ്ദേഹം തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ആ അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ഏവരുടെയും മുമ്പിൽ ഒരു പ്രാർത്ഥന സമർപ്പിക്കട്ടെ. ശബരിമലയിലേക്ക് പോകുമ്പോൾ അവരവർ പരമപവിത്രമായി കൊണ്ടുപോകുന്ന ഇരുമുടിക്കുള്ളിൽ ഒരല്പം പോലും പ്ലാസ്റ്റിക് സാധനങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ അവിടേക്ക് കൊണ്ടുപോകാൻ തയ്യാറെടുത്ത് കെട്ടുനിറയ്ക്കാനുള്ള സാധനങ്ങളിൽ കടകളിൽ നിന്ന് ലഭ്യമാകുന്ന 2 സാധനങ്ങൾ ഇവിടെ തന്നെ ഉപയോഗിച്ച് അവസാനിപ്പിക്കുക. ഒന്നാമത്തേത് തേനാണ്, അത് ത്രിമധുരത്തിൽ ചേർക്കുക. രണ്ടാമത്തേത് പനിനീരാണ്, അത് കളഭം കലക്കുന്നതിന് വേണ്ടിയിട്ട് അലിയിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതേപോലെ തന്നെ ഓരോരുത്തരും അവരവരുടെ കയ്യിൽ ഒരു സ്റ്റീൽ പ്ലേറ്റും, ചോറുണ്ണുന്നതിന് വേണ്ടിയിട്ടുള്ള, കഞ്ഞി കുടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റും അതുപോലെ തന്നെ ഒരു സ്റ്റീൽ ഗ്ലാസും കയ്യിൽ കരുതുക. മറ്റൊന്നിനും വേണ്ടിയല്ല. പേപ്പർ പ്ലേറ്റിലും പേപ്പർ ഗ്ലാസുകളിലും നാം ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാനും അത്രയ്ക്കും മാലിന്യം അവിടെ ഉണ്ടാകാതിരിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത് കൃത്യമായി പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂടി ചെയ്യാനായി തയ്യാറാവുക. നാളെ 41 എന്ന് പറയുന്നത്
ശബരിമല തീർത്ഥാടന കാലത്തിലെ ആദ്യത്തെ പ്രധാന ഉത്സവം 41-നാണ്. ധനുമാസം 11-ാം തീയതി അഥവാ ക്രിസ്തുമസിന് പിറ്റേ ദിവസമാണ് ഈ ദിവസം കടന്നു വരുന്നത്. ധനുമാസം 11-ാം തീയതി തിരുവിതാംകൂർ മഹാരാജാവ് നടക്കി വെച്ച തങ്കയങ്കി ചാർത്തിയാണ് ആ ദീപാരാധന നടക്കുന്നത്. അപ്പോൾ അന്നത്തെ പവിത്രമായ ദിവസം ഇന്ന് കടന്നു വരാൻ പോവുകയാണ്. 41 എന്ന് പറയുന്ന ദിവസത്തിലേക്ക് സ്വാമിമാരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ വാക്കുകൾ ഈ സമയം വരെ ശ്രവിച്ച നിങ്ങൾക്ക് കൃതജ്ഞതയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. എൻ്റെ വാക്കുകൾ നറുമലരുകളായി ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എന്നെ ശ്രവിച്ച ഏവർക്കും നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. കാൽ നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിലൊരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി.